Watch India's largest kids library only on Jio Hotstar. Download the app now. വേദ നഗരത്തിലുള്ളവരുടെ മനസ്സമാധാനം ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോബ്ര ഗ്യാങ് വന്ന് വേദ നഗരം മുഴുവനും പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഗ്യാങ്ങിൽപ്പെട്ടവരുടെ കൈപ്പത്തിയിൽ കോബ്രയുടെ സിംബൽ ഉണ്ട്. ഇവര് വളരെ അപകടം പിടിച്ച ആൾക്കാരാണ്. ഇങ്ങനെയാണോ സൈക്കിൾ ഓടിക്കുന്നേ? വഴി കൂടെ പോകുന്ന ആൾക്കാരെ ഒന്നും കണ്ണിന് കാണുന്നില്ലേ? സോറി അങ്കിൾ, പെട്ടെന്ന് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കണ്ടില്ല. അങ്കിൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ആ പേപ്പർ കൊണ്ട് തന്നെ. അങ്കിൾ, നിങ്ങൾ എന്തിനാ ഈ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുന്നത്? ശിവ, ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. ഇതെന്താ ഇത്? ബാങ്ക് കൊള്ളയടിക്കാൻ വല്ല പരിപാടിയുണ്ടോ? അല്ല, നിങ്ങൾ ആ കോബ്ര ഗാംഗിൽ പെട്ട ആളാണോ? അല്ല, നിങ്ങളുടെ കയ്യില് കോബ്ര ഉണ്ടല്ലോ. കുട്ടി, നീ ആള് ഭയങ്കര മിടുക്കനാണല്ലോ. സാക്കാ, കാക്കാ, വേഗം പിടിക്കേ കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ പേപ്പറിൽ വേദ സിറ്റിയിലെ എല്ലാ ബാങ്കിന്റെ പേരും ഉണ്ട്. വലിയൊരു മോഷണം നടത്താനുള്ള പ്ലാൻ അവർ ചെയ്യുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ലിസ്റ്റ് ലഡു സിംഗ് സാറിനെ ഏൽപ്പിക്കാം. ആ കള്ളന്മാരുടെ കാര്യം എന്താന്ന് ലഡു സിംഗ് സാർ നോക്കിക്കോളും. ഒരു കുട്ടി തല്ലിയത്രേ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ? ബോസേ, അവൻ കാണാൻ മാത്രമാണ് കുട്ടി. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ വലിയൊരു മാസ്റ്ററാണ് ബോസേ. അടിപൊളിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്തത്. തല്ല് പിടിച്ച് വന്നതും പോരാ, ഇവിടെ വന്ന് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ ഫൈറ്റ് ചെയ്യാൻ മിടുക്കനാണെങ്കിലും എന്തായാലും ചെറിയ കുട്ടി തന്നെയല്ലേ. നീയൊക്കെ പോത്തുപോലെ വളർന്നില്ലേ? ആ കുട്ടിയെ കണ്ട് പഠിക്ക. ഞാൻ ഉണ്ടാക്കിയ മിഷൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് കോളമാക്കിയെന്നാ തോന്നുന്നേ. ഇന്ന് രാത്രി തന്നെ എന്റെ പ്ലാന് നടപ്പിലാക്കിയേ മതിയാകൂ, അല്ലെങ്കിൽ പോലീസുകാർ അലേർട്ടാവും. ശിവ, ആ കള്ളന്മാരുടെ പ്ലാൻ എന്താന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് അപകടം പിടിച്ച ഗാംഗായിരിക്കും. നീ ചിന്തിച്ചതുപോലെയാണ് ഞാനും ചിന്തിച്ചത്. അവരുടെ ലിസ്റ്റ് ഞാൻ ലഡു സിംഗ് സാറിനെ ഏൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കാണും. അല്ല, ആ സ്ഥാനത്ത് ഞാനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാ ബാങ്കിലും സെക്യൂരിറ്റി കൂട്ടിക്കാണും. ഇത് കൊള്ളാലോ ശിവ. ഞാനും അതേ ഐഡിയ തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. നമ്മുടെ രണ്ടുപേരും ചിന്തകൾ എപ്പോഴും ഒരേപോലെ ഉള്ളത്. സെയിം ടു സെയിം. ലഡു സിംഗ് സാർ, നിങ്ങളോ? അത് ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയതാ. ശിവ, നിനക്കൊരു കാര്യം അറിയോ? ആ കോബ്ര ഗാങ്ങിനെ പിടിക്കാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തൊട്ട് എല്ലാ ബാങ്കുകളിലും ഞാൻ സെക്യൂരിറ്റീനെ ഒന്നിനേക്കാൾ ഡബിൾ ആക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ പോകട്ടെ ശിവ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. സാറേ, ഒന്ന് എനിക്ക്. എല്ലാ ബാങ്കുകളിലും മോഷണം നടക്കുന്നുണ്ട്. നല്ല ലൈറ്റ് കത്തുന്നു. എണീറ്റേ.
താൻ വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. അലാം മെഷീനില് ചിലപ്പോ വല്ല കേട് സംഭവിച്ചിട്ടുണ്ടാവും. ഒറ്റ സമയത്ത് എല്ലാ ബാങ്കുകളിലും എങ്ങനെ മോഷണം നടത്താൻ പറ്റും? പറ. അലാം ഓഫ് ചെയ്ത് വെച്ചിരുന്ന റെസ്റ്റ് എടുക്ക്. എനിക്കാണെങ്കിൽ ക്ഷീണം കൊണ്ട് ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷെ സാറേ, ഒരു തവണ ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? പേടാറാം, നീ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എല്ലാ ബാങ്കുകളിലും ഒരേ സമയത്ത് മോഷണം നടത്തിയതായി നീ കേട്ടിട്ടുണ്ടോ? നീ വെറുതെ എന്റെ ഉറക്കം നശിപ്പിക്കല്ലേ പേടാറാം. നീയും ചെന്ന് ഉറങ്ങാൻ നോക്ക്. വേദ നഗരത്തിൽ ഇന്നലെ രാത്രി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വേദ നഗരത്തിലുള്ള മുഴുവനും ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളക്കാര് എളുപ്പത്തിൽ മോഷണം നടത്തിയിരിക്കുന്നു. പോലീസുകാര് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുകയാണ്. ഗതികേട് തന്നെ. ലഡു സിംഗ്, ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വേദാ സിറ്റിയിലെ ബാങ്കിലുള്ള പണമെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇവിടെയുള്ള അലാറം മൊത്തം അടിച്ചിട്ട് കൂടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ നിങ്ങൾക്ക് 48 മണിക്കൂർ സമയം തരുന്നു. മൊത്തം കൊള്ളക്കാരെ പിടിച്ചില്ലെങ്കിൽ തനിക്ക് ജോലി രാജിവെച്ച് പോകേണ്ടി വരും. 48 മണിക്കൂർ വേണ്ട, 24 മണിക്കൂറിനകം ഞാൻ ആ കള്ളന്മാരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. സാർ കണ്ടോ? ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്റെ പവറ് ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ശിവ, നീ എന്നെ സഹായിക്കണം. കമ്മീഷണർ സാർ എനിക്ക് 48 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നണേ. ശിവ, നീ എന്നെ എന്തായാലും സഹായിക്കില്ലേ? മുത്തശ്ശി, യെസ്, ആ ട്രക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. ശിവ, അകത്ത് മോഷണം നടക്കുമ്പോ ഇവര് പുറത്തായിരുന്നു. അതിന്റെ അർത്ഥം മോഷണ കേസിൽ ഇവരാണ് ഐ വിറ്റ്നസ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ട്രക്ക് ഡ്രൈവറെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഷണം എവിടെ നടത്തി, എങ്ങനെ നടത്തി എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കും. ലഡു സിംഗ് സർ, ആ ട്രക്ക് ഡ്രൈവർ നിങ്ങളുടെ ഐ വിറ്റ്നസ്സേ അല്ല. ആ കള്ളന്മാരുടെ ഗാംഗിലെ ഒരാളാണിത്. അതുകൊണ്ട് എല്ലാ സമയത്തും അയാൾ പുറത്തു നിൽക്കുന്നത്. കള്ളന്മാര് മോഷ്ടിച്ചതിന് ശേഷം ആ ട്രക്കിലിട്ടിട്ടാണ് പോകുന്നത്. രേവ, നിങ്ങൾ രണ്ടുപേരും നല്ല സ്മാർട്ടായ കുട്ടികളാണ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒരു IQ ടെസ്റ്റ് നടത്തി നോക്കിയതല്ലേ. എനിക്ക് അപ്പൊ തന്നെ ട്രക്ക് ഡ്രൈവർ അവരാളാന്നുള്ള കാര്യം അറിയാമായിരുന്നു. യെസ് ലഡു സിംഗ് സർ, ആദ്യം ഈ ട്രക്കിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് പണം മോഷ്ടിച്ചതിന് ശേഷം അവർ കുറെ നേരം നഗരത്തിലുണ്ടാവില്ല. അവരെങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞു കാണും. ഹലോ ഹലോ, ലഡു സിംഗ് സ്പീക്കിംഗ്. നോർത്ത് ചെക്ക് പോസ്റ്റ് വെള്ള നിറത്തിലുള്ള വലിയ ട്രക്ക് ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നോ? എന്ത്? ഇല്ലേ? ഹലോ, സൗത്ത് ചെക്ക് പോസ്റ്റ്. എന്താ പറഞ്ഞേ? നിങ്ങളും കണ്ടില്ലേ? ഹൈവേ ചെക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലേ? നിങ്ങളും കണ്ടില്ലേ? ശിവ, ഇതുപോലത്തെ ഒരു ട്രക്ക് വേദാ സിറ്റിയുടെ പുറത്ത് ഒരു ചെക്ക് പോസ്റ്റിലും ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. ഈ നമ്മൾ എന്താ ചെയ്യാ? ലഡു സിംഗ് സാറേ, അത് കണ്ടോ? ആ ട്രക്ക് മാർക്കറ്റ് ബാങ്ക് റോഡിൽ കൂടി കടന്ന് ഔട്ടറിലേക്ക് പോകുന്ന പോലെയുണ്ട്. കണ്ടോ? അതുമല്ലാതെ ചെക്ക് പോസ്റ്റിൽ കൂടിയല്ല അവർ പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സിറ്റിയുടെ പുറത്തുള്ള ആ കൊടും കാട്ടിലേക്ക് പോകാനാണ് സാധ്യത. വരൂ, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോവാം. ശിവ, ഞാനും ഇത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. യു ഡോണ്ട് വറി ശിവ. ഇനി ഈ കേസ് ഇൻസ്പെക്ടർ ലഡു സിംഗ് തന്റെ ശക്തമായ കൈ കൊണ്ട് കൈകാര്യം ചെയ്യും. ഞാൻ ഈ കേസിനെ മിനിറ്റുകളിൽ തീർത്തിരിക്കും. വെറും മിനിറ്റുകളിൽ. ബോസേ, പോലീസുകാരുടെ ഗ്യാങ് മൊത്തം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് നോക്കിക്കേ. അവരെ അവിടെ തന്നെ നിർത്ത്. റോക്കറ്റ് പോയി ഫയർ ചെയ്യേ. വേഗം പോയി ഫയർ ചെയ്യേ.
മഴ പെയ്യുന്ന പോലെയല്ല റോക്കറ്റ് വരുന്നത്. എല്ലാരും പെട്ടെന്ന് കാടിനകത്തേക്ക് കേറിക്കോ. വേഗം വണ്ടി വിട്ടോ, ഫാസ്റ്റ്. ഇനി നമ്മൾ സേഫാണ്. പൊട്ടല് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അതിന്റെ അർത്ഥം ആ കള്ളന്മാരെ ഗ്യാങ് ഈ കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണെന്നാണ്. നമുക്ക് നോക്കാം, വരൂ നമുക്ക് നോക്കാം. ചെറിയ ചെറിയ മോഷണം നടത്തുന്ന കള്ളന്മാരുള്ള ഗാങ് അല്ല ഇത്. അവരടുത്ത് ബോംബും പ്രോപ്പർട്ടിയോ എല്ലാം ഉണ്ട്. അതായത് അപകടം വലുതാണെന്ന് അർത്ഥം. കമോൺ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. എന്തൊക്കെ സംഭവിച്ചാലും പോലീസുകാർ നമ്മുടെ അടുത്തെത്താൻ പാടില്ല. വേഗം ഗാഡ്ജറ്റ് മിസൈൽ ഫയർ ചെയ്യ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതൊക്കെ എടുത്ത് പ്രയോഗിക്ക് വേഗം. സാറേ നമ്മുടെ കയ്യില് ഈ ചെറിയ റിവോൾവർ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ അവരെ എതിർക്കാൻ ഒന്നില്ല. എല്ലാ മിസൈലും എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കലേ? രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു അത്ഭുതം! ഞാൻ അറിയാതെ തന്നെ എന്റെ ഓട്ടത്തിന് സ്പീഡ് കൂടിയല്ലോ. ഹലോ ശിവ, ഇവിടെ കാട്ടില് ഭയങ്കര ആപത്താണ്. മിസൈലും റോക്കറ്റൊക്കെ ഒരുപാട് ഫയർ ചെയ്തോണ്ടിരിക്കില്ലേ. ഞാനിപ്പോ കാറ്റില് പറക്കുന്നത് പോലെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ലഡു സിംഗ് സർ, നിങ്ങൾ ശരിക്കും ആകാശത്ത് പറക്കാണ്. ഒന്ന് താഴോട്ട് നോക്കിക്കേ. ഞാൻ ഇതുവരെ മിസൈലിന്റെ മുകളിലാണോ നിന്നിരുന്നത്? ശിവ, എന്തേലും ഒന്ന് ചെയ്യേ. മിസൈലിനോടൊപ്പം ഞാനും ചാമ്പലാവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തേലും ചെയ്യ് ശിവ. വേണ്ട വേണ്ട വേണ്ട. ലഡു സിംഗ് സർ, നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സ് റെഡിയാക്കി നിർത്തൂ. ഞാൻ കാടിന്റെ അകത്തേക്ക് പോവാണ്. ബോസ്, ഈ കുട്ടിയെ കണ്ടില്ലേ? ഇവനാണ് ഞങ്ങളെ അടിച്ചത്. എന്ത്, ഈ കുട്ടിയോ? എല്ലാവരും പുറത്തേക്ക് പോവൂ. ഞാനൊന്ന് നോക്കട്ടെ ഇവന്റെ കയ്യിൽ അത്രയ്ക്ക് എന്താ ഉള്ളതെന്ന്. ഇവന്റെ കയ്യിൽ നിന്നാണല്ലോ തല്ല് മേടിച്ചത്. ഇത്രയും ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ല് മേടിച്ചിരിക്കുന്നോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ബോസിന് അടി ഉറപ്പാ. നമുക്ക് അടി പേടിക്കാതെ പോയേക്കാം. ഓടിക്കോ. ഏയ്! ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബോസേ, ആ കുട്ടിയെ വെറുതെ വിടരുത്. ഭയങ്കര കുരുത്തം കെട്ട കുട്ടിയാ അത്. അവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേ. ഞാൻ ഇവനെ പാഠം പഠിപ്പിക്കുമ്പോ വെറുതെ നോക്കി നിൽക്കാനാണോ രണ്ടുപേരെ നിർത്തിയിരിക്കുന്നത്? അടിക്കവനെ. എന്റെ അമ്മോ! എന്റെ കയ്യ്, എന്റെ കാല്. ആഹാ,
ഇതെന്തിനാ എല്ലാ മിസൈലും എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കണേ? ഓ! ഇനിയിപ്പൊ നിന്നെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റില്ല. കുട്ടിയെന്ന് വിളിക്കരുതെന്ന് അങ്ങനെയാണല്ലോ ഞാൻ കേട്ടത്. ഇനി പറയും കുട്ടി കുട്ടി കുട്ടി. എന്താ അനങ്ങാതെ നിൽക്കുന്നേ? കാളി സിംഗിനോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ബൈ ബൈ കുട്ടി. നോക്ക്, നിങ്ങളുടെ ശിവ മേലോട്ട് പൊങ്ങിപ്പോയി. ഇവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ലി മേടിച്ചോണ്ട് വന്നത്. ഇനി കണ്ടോ, എന്റെ മിസൈൽ ഒരുപാട് ദൂരത്ത് പോയി അവനെ ചാമ്പലാക്കി കളയും. ബോസേ, മുകളിലേക്ക് നോക്ക്. ആ കുട്ടി അല്ലല്ല, ആ ശിവ താഴേക്ക് വരുന്നു. അല്ല, ഞാൻ അവൻ അതിൽ കെട്ടിയിട്ടതാണല്ലോ. അവൻ എങ്ങനെ ഇതൊക്കെ സ്വയം അഴിച്ചെടുത്തത്? ബോസ്, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടി വിടുക്കണത്. ഇവൻ സിംഹത്തിനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ളവനാ. അവൻ ചെറുതാണെങ്കിലും വലിയ ആൾക്കാർ വരെ തോറ്റുപോകും ബോസെ അവന്റെ അടുത്ത്. ഒന്ന് നിർത്ത് നിന്റെ പുകഴ്ത്തല്. എന്നിട്ട് മേലോട്ട് നോക്ക് നിങ്ങള്. അവൻ ആ മിസൈലിന്റെ ഒപ്പം തന്നെ പൊട്ടി തെറിച്ചു പോകും. You are under arrest. അങ്കിൾ, മിസൈൽ എല്ലാം തീർന്നു പോയോ, അല്ലെങ്കിൽ വേറെ കുറച്ച് ബാക്കിയുണ്ടോ? വേറെ മിസൈൽ ഉണ്ടായാൽ പോലും നിനക്കതൊക്കെ വെറും പുല്ലല്ലേ. ഒരു വലിയ മിസൈലിനെ തന്നെ തോൽപ്പിച്ചു വന്ന ഈ കുട്ടിയെ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കാനാ? ഇത്രയും പെട്ടെന്ന് തോൽവി സമ്മതിച്ചോ? വെറുതെ അല്ല ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതേലും കള്ളന്മാര് ബാങ്ക് മോഷ്ടിക്കാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ അവിടെയുള്ളവർ പറയും, ബാങ്ക് കൊള്ളയടിക്കല്ലേ, ശിവ ഉടനെ എത്തുന്ന. അടിപൊളി, പറഞ്ഞത് വളരെ ശരിയാണ്. ശിവ, കമ്മീഷണർ സാർ ഈ കേസ് തീർക്കാൻ എനിക്ക് തന്നത് 48 മണിക്കൂർ സമയമാണ്. പക്ഷേ ഇതേ നോക്കിയേ, നമുക്ക് 10 മണിക്കൂർ ആയിട്ടുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഇവരെ കുറച്ചുകൂടി പാഠം പഠിപ്പിക്കാം. ഞാൻ അവരെയാണ് പാഠം പഠിപ്പിക്കാൻ പറഞ്ഞത്, എന്നെ അല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.